ഹന്തഭാഗ്യം ജനാനാം. വൈഷ്ണവം സത്സംഗവേദി കാസർഗോഡ് ജില്ലയിലെ വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് 2024 ജനുവരി 13, 14 തീയതികളിൽ നടത്തുന്ന അഖില ഭാരത ഭാഗവത മഹാസത്സംഗത്തിൻ്റെ നോട്ടീസ് പ്രകാശനം ഇന്ന് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ക്ഷേത്ര ശ്രീകോവിലിനകത്ത് പൂജിച്ച നോട്ടീസ് കൺവീനർ ശ്രീ ബാലകൃഷ്ണൻ പൊയ്നാച്ചി ഏറ്റുവാങ്ങുകയും തുടർന്ന് നടന്ന യോഗത്തിൽ വെച്ച് പ്രകാശനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രിയ ഭക്തജനങ്ങളുടെയും അകമഴിഞ്ഞ സാന്നിധ്യവും സഹായവും പ്രാർത്ഥനയും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ആ ചടങ്ങുകൾ നമുക്കിനി കാണാം. ഹരേ രാമ മന്ത്രം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലാണ് നോട്ടീസ് പ്രകാശനം ചെയ്തത്. നോട്ടീസ് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ കുഞ്ഞിക്കണ്ണൻ അവർകൾ ഏറ്റുവാങ്ങി. പരിപാടിയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ രുക്മണി ടീച്ചർ അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ശ്രീ കുമാരൻ തമ്പാൻ എന്നിവരെയും കൂടാതെ സ്കന്ധായ കാർത്തികേയായ പാർവതീനന്ദനായ ച മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ തേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരും കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൻ കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരജഞ്ജലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. എല്ലാ ഗുരുജനങ്ങൾക്കും സഭാപതിയായി വിളങ്ങുന്ന സുബ്രഹ്മണ്യ സ്വാമിക്കും സാഷ്ടാംഗ നമസ്കാരം അർപ്പിക്കട്ടെ. ഇന്ന് പുണ്യമേറിയ ദിവസമാണ്. വൃശ്ചികം 28 നാരായണീയം പിറന്ന ദിവസമാണ്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയ കൃഷ്ണോ രക്ഷതുമാം ചരാചരഗുരും എന്നുള്ളതായ ശ്ലോകം എഴുതിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ അത്യുജ്വലമായ കവന കൗതുകമായ നാരായണീയത്തെ നമുക്ക് നമസ്കരിക്കാൻ വേണ്ടി സാധിക്കട്ടെ. ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്ന അഖില ഭാരത മഹാഭാഗവത സത്സംഗം ജനുവരി 13, 14 തീയതികളിലായി ഇവിടുത്തെ ഉത്സവത്തിന് ശേഷം മറ്റൊരു ഉത്സവം കൂടി ഇവിടെ വിരുന്നു വരികയാണ്. സത്യത്തിൽ അത് വിരുന്നു വരികയാണ്. ഞങ്ങളൊക്കെ വിരുന്നുകാരാണ്, ഇപ്പോൾ വീട്ടുകാരായി മാറിയിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും, പല രാജ്യങ്ങളിൽ നിന്നും, പല സംസ്ഥാനങ്ങളിൽ നിന്നും, കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും അസംഖ്യം ഭക്തജനങ്ങൾ വാഴക്കോടപ്പൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ പരിപാടി ഏറ്റവും ഭംഗിയായി നടത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ വിവരം എല്ലാവരിലേക്കും എത്തിക്കുന്നതിനാവശ്യമായ ഒരു ബ്രോഷർ നോട്ടീസ് ഇവിടെ നിന്ന് പ്രകാശനം ചെയ്യുകയാണ്. ഭാഗവത സപ്താഹയജ്ഞം നടത്തുമ്പോൾ അത് ക്ഷണിക്കണം, എല്ലാവരെയും അറിയിക്കണം. ദേവി ഭാഗവത നവാഹയജ്ഞം നടത്തുമ്പോൾ എല്ലാവരെയും അറിയിക്കണം. അറിയിക്കേണ്ട വാചകം കൂടി ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൽക്കർമ്മത്തിനാണ് ഇവിടെ നാന്ദി കുറിക്കുന്നത്. ഭഗവാന്റെ പൂജ കഴിഞ്ഞ് നട തുറന്നതായ സന്ദർഭമാണ്. മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു നിമിത്തമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ സമയത്ത് ഇത് ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടിയും ഭഗവാന്റെ മുന്നിൽ വെച്ച് പൂജിച്ചതിന് ശേഷമാണ് ഈ നോട്ടീസ് നമ്മൾ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ പൂജ കഴിഞ്ഞ് ഭഗവത് പ്രസാദമായിട്ട് ഈ നോട്ടീസ് നമ്മളിനി എല്ലാ വീടുകളിലേക്കും എത്തിച്ച് ഈ സത്സംഗം ഏറ്റവും ഭംഗിയാക്കുന്നതിന് എല്ലാവരെയും ക്ഷണിക്കുന്ന കർമ്മത്തിന് ഇന്നിവിടെ നാന്ദി കുറിക്കുകയാണ്. കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണായ ഹരയേ
ആനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം